വയനാട് ദുരിതബാധിതർക്കായി വീട് നിർമ്മിക്കാൻ ഡിവൈഎഫ്ഐ സമാഹരിച്ച തുക മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറും. 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. എന്നാൽ 100 വീട് നിർമ്മിക്കുന്നതിനായുള്ള തുകയും ധാരണാപത്രവുമാണ് ഡിവൈഎഫ്ഐ സർക്കാരിന് കൈമാറുന്നത്. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര അവഗണന തുടരുന്നതിനിടെയാണ് ദുരന്തബാധിതർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ ആദ്യം പ്രഖ്യാപിച്ചത്. തുടർന്നങ്ങോട്ട് തുക സമാഹരിക്കാനായുള്ള പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിലൂടെ 25 വീടുകളിൽ നിന്ന് 100 വീടുകൾ നിർമ്മിക്കുന്നതിനായുള്ള തുക ലഭിച്ചു. അതിൽ അഭിമാനമുണ്ടെന്നും കേരളത്തിന് ഇത് പുതിയ ഒരു മാതൃകയാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പറഞ്ഞു. കേരളത്തിനൊരു പുതിയ മാതൃക കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 100 വീട് നിർമ്മിക്കാനാവശ്യമായ കാശ് സ്വരൂപിച്ചത് പൂർണ്ണമായിട്ടും ആക്രി ശേഖരിച്ചും നമ്മുടെ പ്രവർത്തകരുടെ അധ്വാനം കൊണ്ടും പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പല തരത്തിലുള്ള പുതിയ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചതിൽ കൂടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ രീതിയിലാണ് ഞങ്ങൾ ഈ പണം സമാഹരിച്ചത്. അപ്പോൾ വലിയ പ്രതികരണമായിരുന്നു ജനങ്ങളിൽ നിന്നാകെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളോട് നന്ദി പറയാൻ കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. യൂത്ത് ബ്രിഗേഡ് സംഗമവും നടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.